കുട്ടികൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മയുടെ പേര് എനിക്ക് ചിൽഡ്രൻസ് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കാൻ പറ്റുമായിരുന്നു. ലൈക്ക് വിത്തിൻ ആദ്യമൊക്കെ സോഷ്യോളജി ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഐ യൂസ് ടു സിറ്റ് റൈറ്റിംഗ് എ ഹോൾ ഡേ. കഴിയത്തുമില്ല. മെയിൻസ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കുറേ ടോക്സ് ഒക്കെ കേട്ടു. ലൈക്ക് നമുക്കറിയാവുന്ന പോലെ ലിസ്റ്റിൽ ദർ ഓൺലി അബൌട്ട് 30% വിമൻ ഹു മേക്ക് ഇറ്റ് ടു ദ ലിസ്റ്റ്. പക്ഷെ നമ്മുടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ചെയ്യാതിരിക്കുന്നതാലും മതി. വാട്ട് ഹാപ്പൻസ്, ഗേൾ മൈറ്റ് ഹാവ് ബിഗ് ഡ്രീം, ബട്ട് മേ ബി ദ റിലേറ്റീവ്സ്, പേരൻസ്, ഇപ്പോൾ നാട്ടുകാരായാലും they might try to put it down. പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും just don't try to crush it. ഹായ് ഓൾ, നമസ്കാരം. ഞാൻ മുഹമ്മദ് ഷിനാസ്, ഐലേൺ IAS ഡയറക്ടർ ഒരാളാണ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 68ാം റാങ്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കരസ്ഥമാക്കിയ കസ്തൂരി ഷായാണ്. കസ്തൂരിയുടെ ഈ വിജയം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് കസ്തൂരിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് കസ്തൂരി, വെൽക്കം. കസ്തൂരി, കുട്ടികൾക്ക് പലർക്കും സിവിൽ സർവീസ് പരീക്ഷയുടെ ഉള്ളൊരു അഭിരുചി ആദ്യം തുടങ്ങുന്നത് പലപ്പോഴും സ്കൂളുകളിലോ കോളേജുകളിലൊക്കെയാണ്. കസ്തൂരിക്ക് സിവിൽ സർവീസിലേക്കുള്ള ഒരു ആഗ്രഹം തോന്നിയത് എപ്പോഴായിരുന്നു? ഈ സിവിൽ സർവീസ് എന്ന വാക്കിനേക്കാളും പോപ്പുലർ ആയിരുന്നു കളക്ടർ എന്ന വാക്ക്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ലൈക്ക് റെയിനി ഡേ ദ കളക്ടർ ഡിക്ലെയർസ് ഹോളിഡേ, സോ അത് ഫെമിലിയർ ആയിരുന്നു. പക്ഷേ കളക്ടർ ആവാൻ സിവിൽ സർവീസ് എക്സാം ആണ് എഴുതേണ്ടത്. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാവുന്ന ഒരു സാറാണ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. So it was a childhood dream that started, and that motivation kept on going because കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബ്യൂറോക്രാറ്റ്സിനെ കാണും. ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ ഇനാഗുറേഷന് വേണ്ടി ഒരു ടോക്കിന് വേണ്ടിയൊക്കെ വരുന്ന ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കുമല്ലോ. സോ ആ ഒരു വിസിബിലിറ്റി ഹാസ് ഇൻസ്പയർഡ് ആ ഒരു ഗ്രോയിങ് അപ്പ് ഏജ്. കസ്തൂരി 10th നല്ല ഉയർന്ന മാർക്കോട് കൂടിയാണ് 10th പാസ്സാവുന്നത്. അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു സ്റ്റുഡൻസ് പൊതുവെ അഡോപ്റ്റ് ചെയ്യാറുള്ള സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ടായിരിക്കും. മാൻഡേറ്ററി ഒന്നുമല്ല, എല്ലാവരുടെ അഭിരുചിയാണ്. ആ മൊമെന്റിൽ കസ്തൂരി ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് അല്ലേ? സരസ്വതി വിദ്യാലയത്തിലല്ലേ പഠിച്ചത്? അതെ. അപ്പൊ അവിടെ +1 +2 ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് അല്ലേ? എന്തായിരുന്നു അതിനുള്ളൊരു ഇൻസ്പിറേഷൻ? ക്ലാസ് 9, 10 പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് നല്ല ഇഷ്ടമായിരുന്നു. And one side the love for social science, other side the fear for maths and physics. So the passion that we had for learning about society, for politics ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന that passion. So I thought നമ്മുടെ 11th ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും there are 2 characters, ഉണ്ണി മുന്നി. പക്ഷെ 10th ടെക്സ്റ്റ് അവസാനിക്കുമ്പോൾ ഉണ്ണിയും asks മുന്നി a question, so hope to see you in class 11. But unfortunately many children don't see Unni and Munni in class 11. So I was like, I want to see them again. So our passion for the subject ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ അന്നത്തെ +2 ടോപ്പറാ, നാഷണൽ ടോപ്പറാ. അപ്പം ഇന്ത്യയിൽ ഏത് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും അല്ലേ? എന്താണ് തിരുവനന്തപുരത്ത് ഇവാനുവൽസിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ള കാരണം? ആ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ദി മാർവാനിയോസ് അഡ്മിഷൻ ഡേറ്റ് കൈൻഡ് ഓഫ് ക്ലാഷ്ഡ്. അപ്പോൾ I could have taken a risk where I would have stood at Delhi, attended the St. Stephen's interview, 3 days കഴിഞ്ഞ് റിസൾട്ട് വരും. ബട്ട് what if I don't make it? കേരളത്തിലൊരു കോളേജിൽ സീറ്റും പോവും. So I thought it'll be safer to join here. So ഒരു സേഫ് ഓപ്ഷൻ ചൂസ് ചെയ്തായിരുന്നു ഇവിടെ ആദ്യമേ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. ഇവാനുവൽസിൽ എന്തായിരുന്നു ജോയിൻ ചെയ്തത്? BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു. ലാംഗ്വേജ് ലിറ്ററേച്ചർ നേരത്തെ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു? വായിക്കാനും എഴുതാനും ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് അല്ലേ? വായിക്കാൻ ഇഷ്ടമാണ്. ഈ വായനയോടുള്ള ആഗ്രഹം തോന്നിയത് സ്കൂൾ കാലം തൊട്ടായിരുന്നു? ആരായിരുന്നു അതിന്റെ പിന്നിലൊരു ഇൻസ്പിറേഷൻ? സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മയുടെ പേര് എനിക്ക് ചിൽഡ്രൻസ് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കാൻ പറ്റുമായിരുന്നു. സോ ദാറ്റ് ഈസ് വെൻ സ്കൂളിൽ ലൈബ്രറി ഉണ്ടെങ്കിലും ഇത്രയും ഒരു വാസ്റ്റ് സ്കെയിലിൽ 2 നിലയിലൊക്കെ ഒരു ലൈബ്രറി സംതിങ്, ആ സമയത്ത് ഇറ്റ് വാസ് എ ബിഗ് സർപ്രൈസ്. മാത്രമല്ല ആ ഒരു ഫീല്, കുറെ ബുക്കുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഫീൽ ഈസ് ഓൾസോ. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. സുഹൃത്തിൻ്റെ മകൻ 6ലാണ് പഠിക്കുന്നത്, സിവിൽ സർവീസിലേക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞാൽ ആദ്യം അവൻ്റെ ലൈബ്രറിയിൽ അഡ്മിഷൻ എടുത്തിട്ട് അവൻ കുറെ വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഐ തിങ്ക് ബുക്സ് ഹെൽപ്സ് us a lot to see the world, right? I think you might have also experienced the world through the books. Okay. ഒത്തിരി വായിക്കുമായിരുന്നു. ഇപ്പം ഇവാനുവൽസിൽ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എടുക്കാൻ കുറച്ചുകൂടി ധൈര്യം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഈ പ്രിപ്പറേഷനിൽ പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്തായിരുന്നു? കാരണം കണ്ടന്റ് സൈഡാണോ ഫോക്കസ് ചെയ്തത്, ടെസ്റ്റിന്റെ സൈഡാണോ ഫോക്കസ് ചെയ്തത്? കാരണം എല്ലാം പഠിച്ച സബ്ജക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ എന്തായിരുന്നു ഒരു 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 അപ്രോച്ച് എങ്ങനെയായിരുന്നു? കണ്ടന്റ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ വി കനോട്ട് ബി അഡമന്റ് ദാറ്റ് ഞാൻ എല്ലാം പഠിച്ചു തീർന്നതിന് ശേഷം എക്സാം എഴുതും. സോ ഇറ്റ് വാസ് മോർ ലൈക്ക് എ ടെസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് ആയിരുന്നു. ആണ്. ഓരോ ഘട്ടത്തിനും ആ എക്സാമിന്റെ ഒരു റിക്വയർമെന്റിന് ആവശ്യമുള്ള ഒരു രീതിയിൽ മനസ്സിന് ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ബേസിക്കലി എനിക്കൊന്ന് സിവിൽ സർവീസ് പരീക്ഷയിലും സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അത് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് വെച്ചിട്ട് ഒരു ചോദ്യം വായിച്ച് അതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സ്കിൽ, ആൻഡ് ദാറ്റ് സ്കിൽ ഈസ് വെരി ക്രൂഷ്യൽ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുമായിരുന്നു. ഒത്തിരി ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. യെസ് സർ, ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇവിടെ ഐ ലേൺഡ് കോംപ്രിഹെൻസീവ് ഓൾ 5 GSും CSATും എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ഫുൾ ടെസ്റ്റുകൾ നടക്കുന്നു, അപ്പൊ അവിടെ വരുമായിരുന്നു. യെസ്, റെഗുലർ ആയിട്ട് എല്ലാ വീക്കെൻഡ്സും ഐ യൂസ് ടു ടേക്ക് ഓൾ ദി കോംപ്രിഹെൻസീവ്സ് ആൻഡ് ആൻസർ കീസ് വർ ഓൾസോ വെരി ഹെൽപ്ഫുൾ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആക്ച്വൽ ടെസ്റ്റ് സിനാരിയോ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴേ, അങ്ങനെ ഒരു 5 ടെസ്റ്റ് ഒക്കെ ഇതുപോലെ ഒരു സെന്ററിൽ പോയി എടുത്തു കഴിയുമ്പോൾ ആക്ച്വൽ എക്സാമിനേഷൻ ഈസ് ഓൾസോ വെരി കംഫർട്ടബിൾ, കൂളായിട്ട് നമുക്ക് പോയി എഴുതാൻ പറ്റും. ഓക്കെ, കണ്ടന്റ് സൈഡിനെ പറഞ്ഞു, കണ്ടന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടായിരുന്നു നോക്കേണ്ടത്. പക്ഷെ മെയിൻസ് ഈസ് ഓൾ ടുഗദർ ഡിഫറെന്റ് ഗെയിം. ഫോർ എക്സാമ്പിൾ, മെയിൻസിൽ ആൻസർ ഷീറ്റ്സിൽ ഒന്നും ഇല്ലല്ലോ, കാലിയാണല്ലോ, നമ്മൾ എന്താണ് എഴുതുന്നതാ. സോ വാട്ട് യു റൈറ്റ് ഈസ് ആൻസർ. So in that sense, I think writing is a very comprehensive skill that is required for mains examination. റൈറ്റിങ്ങിന് എന്ത് ചെയ്യുമായിരുന്നു നേരത്തെ തന്നെ? അതായത് പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് തന്നെ റൈറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതോ എങ്ങനെയായിരുന്നു റൈറ്റിങ്ങിലേക്ക്? ഇത്രയും വായനയൊക്കെയുള്ള സ്ഥിതിക്ക് യു മൈറ്റ് ഹാവ് ബീൻ വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ് ഓൾസോ, റൈറ്റ്? സർ, റൈറ്റിംഗ് ഇഷ്ടമായിരുന്നു. എസ് ഒക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ, ഇപ്പോൾ കലോത്സവം ഉണ്ടെങ്കിൽ എസ് കാണുമല്ലോ. സോ ദാറ്റ് വാസ് ദി ഏരിയ വേർ ഐ മോസ്റ്റ് ടുക്ക് പാർട്ട് ഇൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഐ ബിഗാൻ ആൻസർ റൈറ്റിംഗ്. സോഷ്യോളജി ആൻസർ റൈറ്റിംഗ് കൂടെയാണ് തുടങ്ങിയത്. പിന്നെ ഓവർ പീരീഡ് ഓഫ് ടൈം GS ഒക്കെ ചെയ്തു. പക്ഷെ പ്രിലിംസ് കഴിഞ്ഞാണ് ടൈമിനുള്ളിൽ ആൻസേഴ്സ് എഴുതി കഴിയാൻ സാധിച്ചത്. ലൈക്ക് വിത്തിൻ, ആദ്യമൊക്കെ സോഷ്യോളജി ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഐ യൂസ് ടു സിറ്റ് റൈറ്റിംഗ് എ ഹോൾ ഡേ, കഴിയത്തുമില്ല. പക്ഷെ ഓവർ പീരീഡ് ഓഫ് ടൈം, പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഓഫ് ആൻസേഴ്സ് ഇംപ്രൂവ് ആക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു അല്ലേ? പഠിച്ചതൊക്കെ കൊണ്ടുവരാൻ പറ്റും. സോ ടൈം എടുത്ത് തന്നെ ആൻസേഴ്സ് എഴുതും. പ്രിലിംസ് പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ യു ആർ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ത്രൂ, റൈറ്റ്? No, sir, I wasn't sure at all. I thought I would never make it. And I think the cutoff 75, ഇപ്പോൾ മാർക്ക് വന്നപ്പോഴാ, it was just for 1 mark. I have 76. So that 1 mark I believe is a hand of God. So and even with CSAT, ഞാൻ ഒരു less than 40 questions എന്തോ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ luckily the number of errors were less. And so negatives അങ്ങനെ ഉണ്ടായില്ല CSATൽ. ഓക്കെ, മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് റൈറ്റിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഓൾ എഫേർട്സ് എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് മൾട്ടിപ്പിൾ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു അപ്രോച്ച്? സോ മെയിൻസിന് വേണ്ടി കൂടുതലായിട്ടും ന്യൂസ് പേപ്പർ വായിച്ച് അതിൽ നിന്ന് വാല്യൂ അഡീഷൻ പോയിന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. ദീസ് വാല്യൂ അഡീഷൻ പോയിന്റ്സ്, സ്റ്റാറ്റ്, എക്സാമ്പിൾസ്, കേസ് സ്റ്റഡീസ്, ഇതൊക്കെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് മോർ അബൌട്ട് ആൻസർ റൈറ്റിംഗ് ഓൺ എ റെഗുലർ ബേസിസ്. ഇപ്പോൾ ഡെയിലി ടെസ്റ്റ് സീരീസ് വൈകിട്ട് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് വൈകിട്ട് ഒരു 5 o'clock ഇരുന്ന് 5 to 6 എഴുതും. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ആൻസർ എഴുതും. ആൻഡ് വീക്കെൻഡിൽ ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് എഴുതും. ആൻഡ് ഐ ലേണിൻ്റെ MTS പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. And the answer keys that iLearn provided me were like, I didn't want to go for any other source to find good examples and stat and concrete ആയിട്ട് ഒരു പോയിന്റും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഒരു എക്സാമ്പിൾ കാണും, ഒരു സ്റ്റാറ്റ് കാണും. സോ that was really helpful, so especially with ethics and GS3. ഒരു ഡൗട്ട് ഇവിടെ, ഇപ്പം യു ആർ ലുക്കിംഗ് ഇൻ ടു സ്റ്റാറ്റ്സ്, ഡാറ്റ എക്സെട്ര, പക്ഷെ അത് റീകളക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ എലമെന്റ് അല്ലേ? താങ്കൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഈ മെമ്മറി എങ്ങനെയായിരുന്നു അതൊന്ന് റീകളക്ട് ചെയ്യണേ? അതോ ആർ യു വെരി ഗുഡ് വിത്ത് മെമ്മറി? വെരി ഗുഡ് വിത്ത് മെമ്മറി അല്ല. യൂഷ്വലി എന്താ ചെയ്യുക, ഐ യൂസ് ടു ഹൈലൈറ്റ്. ഈ ആൻസർ കീയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് കോംപ്രിഹെൻസീവിന് മുമ്പ് ആ ഹൈലൈറ്റഡ് കൂടെ ഞാൻ പോവാറുണ്ടായിരുന്നു. ടു ഗോ ഗെറ്റ് ദീസ് തിങ്സ് ബാക്ക് ഇൻ മെമ്മറി. ഇൻ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ് അല്ലേ? ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഇന്റർവ്യൂയോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നെ
കസ്തൂരി കാണാൻ വരുമ്പോഴത്തേക്കും കസ്തൂരി ഒരു 5 പേജോളം പോയിന്റുകൾ ഉണ്ട് കസ്തൂരിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അവാർഡ്സ്, സ്കോളർഷിപ്സ്. അപ്പം സാധാരണഗതിയിൽ പല സ്റ്റുഡൻസിനെയും ഡാഫ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കും എന്നുള്ളതാണ്. കസ്തൂരിയുടെ എൻ്റെ ചലഞ്ച് എന്തൊക്കെ ഞാൻ ഒഴിവാക്കണമെന്നാണ്. കാരണം വളരെ എക്സോസ്റ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വെക്കാൻ. അപ്പം ഡാഫിന്റെ കാര്യത്തിലേക്ക് നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതൊരു കോൺഷ്യസ് എഫേർട്ട് ആയിരുന്നോ ഇങ്ങനെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് എനിക്കുണ്ട്, അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, അതോ നാച്ചുറലി നീ കോളേജ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന്റെ പാർട്ടായിട്ട് കസ്തൂരി അങ്ങനെ അങ്ങനെ വന്നതാണോ? ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല സർ, കോൺഷ്യസ്ലി അങ്ങനെയല്ല. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് ആയിരുന്നു. ആ എസ് ആ ആയാലും എസ് റൈറ്റിംഗ് ആണെങ്കിലും എക്സ്റ്റംബറൊക്കെ യെസ്, ആണെങ്കിലും അതെ. യു ആർ വെരി നൈസ് വിത്ത് ലാംഗ്വേജ്. അതെനിക്ക് മനസ്സിലായി തീർച്ചയായും. അപ്പോൾ നാച്ചുറലി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരിക്കലും അത് മിസ്സാക്കിയിട്ടില്ല. ഒരു കലോത്സവം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് പോയി അതിന് പാർട്ടിസിപ്പേറ്റ് പങ്കെടുത്തിരിക്കും. ചെയ്യുമായിരുന്നു. ഓക്കെ അങ്ങനെ ഒരു രസമായിരുന്നു ഓക്കെ, സ്കൂളിലൊക്കെ അത് ഭയങ്കര പഠിക്കുന്ന ഇൻട്രസ്റ്റോട് സമയത്ത്. കൂടി അതെ സർ, ചെയ്യുന്നതായിരുന്നു. യെസ്. ഓക്കെ, കോളേജിൽ വന്നിട്ട് ഒത്തിരി ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതെ സർ. ഇപ്പം യൂത്ത് ഫെസ്റ്റിവൽ ആയാലും ഫെസ്റ്റ്, പിന്നെ ലിറ്റററി അസോസിയേഷൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ ഹെഡായിരുന്നു. സ്റ്റുഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ. അപ്പൊ അങ്ങനെ കുറെ ഡൈവേഴ്സ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ? അതൊന്ന് പറഞ്ഞു. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മെയിൻസ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കുറെ ടോപ്പർ ടോക്സ് ഒക്കെ കേട്ടു. ലൈക്ക് ടോപ്പേഴ്സിന്റെ മോക്ക് ഇന്റർവ്യൂസ്, പിന്നെ കുറെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു. മെയിൻസ് കിട്ടുമോ കിട്ടൂലേ ഐ വാസന്റ് ഷുവർ, ബട്ട് ഓക്കെ, മെയിൻസ് കഴിഞ്ഞ് ഇനി എന്തായാലും ഇന്റർവ്യൂ ആണ്, നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. മെയിൻസിന് റിസൾട്ട് വന്നപ്പോഴാണ് ഇനി ഡാഫ് ഉണ്ട്. സോ ദാറ്റ്സ് വെൻ വാപ്പ പറഞ്ഞു ഡാഫ് ഗുരുവാണ് ഷിനാസ് സർ, അപ്പോൾ സാറിന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ഇത് എല്ലാം എഴുതി വെച്ചിട്ട്, സാർ പറഞ്ഞ പോലെ 5-6 പേജിൽ എല്ലാം കൂടെ കൊണ്ട് സാറിന്റെ മുമ്പ് വെച്ചിട്ട്, സാർ ഇതൊന്ന് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞ് ലൈക്ക് ഈ സാറിന്റെ റൂമിലായിരുന്നു. I think we Yeah, sat we for sat two for it to quite three. a long time. Ah, Yeah. എന്നിട്ട് സാർ ഇതിനെ വേർഡിലേക്ക് ഇതിനെ ഓരോന്നും വേർഡ് ലിമിറ്റും ഉണ്ടല്ലോ, ലൈക്ക് 250 വേർഡ്സിനുള്ളിൽ നിൽക്കാവൂ. സോ സാർ ടുക്ക് എ ലോട്ട് ഓഫ് പെയിൻ ടു ഫിറ്റ് ഇറ്റ് ഇൻ വിത്തിൻ ദാറ്റ് വേർഡ് ലിമിറ്റ്. എന്നിട്ട് സാർ അയച്ചു തന്നു. പിന്നെ അതിനെ വെച്ചിട്ടായിരുന്നു ബാക്കി ഡാഫ് ഫുൾ ഫില്ല് ചെയ്ത്. സോ ദാറ്റ് ഈസ് വെൻ ആ ഒരു പ്രിപ്പറേഷൻ ആസ് സച്ച് ബിഗാൻ. എന്നിട്ട് പിന്നെ നമുക്കിവിടെ മോക്ക് ഇന്റർവ്യൂ പാനൽ നന്ദിനി മാം, പിന്നെ ധന്യ മാം, ബിബി നൂഹ് സാറിന്റെ, സുനിൽ സാർ ആയിരുന്നു ചെയർ. സോ അത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു മോക്ക് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ. സോ ദാറ്റ് അവർ തന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ദാറ്റ് എനർജി. സോ ഐ തിങ്ക് അതൊരു കൺസിസ്റ്റന്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാനും ഇറ്റ് വാസ് ഹെൽപ്ഫുൾ സർ. ഓക്കെ, കസ്തൂരിയായിട്ട് വൺ ഓൺ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും കസ്തൂരി വാസ് വെരി കൺസിസ്റ്റന്റ് ഇൻ ഹെർ ആൻസേഴ്സ് ആൻഡ് ഓൾ. കണ്ടന്റ് അറിയത്തില്ല, കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണെങ്കിലും ഷീ യൂസ് ടു അഡ്രസ് ഡെഫിഷ്യൻസീസ് ഒക്കെ അഡ്രസ് ചെയ്യായിരുന്നു. പിന്നെ വൺ അഡ്വാൻറ്റേജ് ഐ ഹാവ് സീൻ വിത്ത് റെസ്പെക്ട് ടു ഇസ് ദാറ്റ് പേടിയില്ല, അറിയില്ല എന്ന് പറയുന്നതിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അറിയില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ ഭയങ്കര ആ പേഴ്സണാലിറ്റി വാല്യൂറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഭയങ്കര പ്ലീസിങ് ഒരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത്. ആക്ച്വലി ഇന്റർവ്യൂ വാസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ആരായിരുന്നു പാനൽ? ആരായിരുന്നു? സ്വയൻ സാറിന്റെ സ്വയൻ സാറിന്റെ ബോർഡായിരുന്നു. ബോർഡ്. ഓൾ മെയിൽ മെമ്പർ. All ലൈക്ക് ഈ ഒരു ടേബിളിന്റെ ഒരു സൈസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് ലൈക്ക് എ വെരി കോർഡിയൽ ഒരു കോഫി ടേബിൾ ഡിസ്കഷൻ മാതിരി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? One thing was the Indian English literature. Surprisingly, I found that they were also very interested in Indian English literature. Very widely read ആയിട്ടുള്ള നമ്മുടെ KR മീരയുടെ ആരാച്ചാറൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനിൽ വായിച്ചു വന്നിരിക്കുന്ന സാറന്മാരാണ്. സോ ദാറ്റ് ലിറ്ററേച്ചർ കണക്ഷൻ വാസ് സംതിങ് ദാറ്റ് ഐ ഫൗണ്ട് മൈറ്റ് ബി ലക്ക്, ഗോഡ്സ് ഹാൻഡ് ദെയർ. പക്ഷെ അപ്പൊ അത് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയല്ലേ? അത് ആ ഒരു ചെന്നിരുന്നപ്പോൾ തന്നെ ആ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ വഴി ആ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു. റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ ഇന്നാള് നമ്മളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ് കസ്തൂരിഷ. ഓക്കെ, കസ്തൂരിഷ ഉണ്ട്. അങ്ങനെയായിരുന്നു. എന്തായിരുന്നു കസ്തൂരിയുടെ ഒരു ഫീലിംഗ്? എങ്ങനെയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. ഐ വാസ് ലൈക്ക് എല്ലാവരും അറിഞ്ഞിട്ട് റാങ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കും, എന്നിട്ട് എത്രയാണെന്ന് അറിയാം. അപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു ഇല്ല റിസൾട്ട് വന്നതല്ലേ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോഴത്തേക്കും എന്നോട് പ്രിലിംസ് മെയിൻസ് ഒക്കെ പഠിച്ച ഹാമിസ്, ഈസ് മൈ സ്റ്റഡി പാർട്ട്ണർ. ഞാൻ നേരത്തെ അവനാണ് എൻ്റെ പ്രിലിംസ് മെയിൻസ് റിസൾട്ട് ഒക്കെ നോക്കി അറിയിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഫൈനൽ റിസൾട്ടും അറിഞ്ഞ ആദ്യം നീ തന്നെ നോക്കിയാൽ മതി, ദർ മൈറ്റ് ബി ദിസ് ലക്ക് ഫാക്ടർ. അപ്പം റിസൾട്ട് വന്നിട്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നല്ല റിസൾട്ടാണ് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഒരു പേടിയായി, ലൈക്ക് നല്ല റിസൾട്ട് മീൻസ് റാങ്കിൽ വന്നാൽ എന്തായാലും നല്ല ആയിരിക്കുമല്ലോ. പക്ഷെ അപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു നമുക്ക് നോക്കാം. കുറച്ച് സങ്കടമൊക്കെ വരുന്ന ഒരു മൊമെന്റ് ആണ്, ഇറ്റ്സ് ആൻ ഇമോഷണൽ മൊമെന്റ്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഒക്കെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും ആദ്യത്തെ 10 ഇല്ല. അപ്പം
പിന്നെ എല്ലാവരും ടോപ്പ് 10 വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഷിനാസ് സാറും പറഞ്ഞു ടോപ്പ് 10 വരാൻ സാധ്യത ഉണ്ട്. ഇല്ലല്ലോ. അപ്പം അപ്പത്തേക്കും ഉമ്മ കുറച്ച് സാഡായി. ടോപ്പ് 10 ഇല്ലേ? നല്ലോണം നോക്കോ? ഇല്ല. കുറച്ചും കൂടെ താഴേക്കോ? നോക്കി വന്നപ്പോഴാണ് 6 to 8 ഇങ്ങനെ നോക്കി കണ്ടു. അപ്പൊ സന്തോഷമായി. And then ഉമ്മ അപ്പൊ ഒരു ഉമ്മ തന്നു. And that was like so sweet. That was the most happiest moment. ഓക്കെ. ആക്ച്വലി പല കുട്ടികൾക്കും കാണാത്തൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാഡ് ദറ്റ് ആസ്പിറേഷൻസ് ടു ടോപ്പിലേക്ക് വരണമെന്നൊരു ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണാൽ മതി എന്നാണ്. പക്ഷെ ടോപ്പ് 10 എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ എന്ന് ചിന്തിക്കുന്ന ഇതൊരു ഭയങ്കര പോസിറ്റീവ് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് മലയാളി കുട്ടികളുടെ ഇടയിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റാങ്ക് ലിസ്റ്റിൽ കയറി പോയാൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ആ ടോപ്പിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് തന്നെ എനിക്ക് തോന്നുന്നു ആ 60th തന്നെ എത്തിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കസ്തൂരിയുടെ ഫാദറിനെ ആദ്യം കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് മറ്റേ നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുക്കാൻ വരുമ്പോഴത്തേക്കും പേരന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിങ്ങനെ പേരന്റോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല വെയിറ്റ് ചെയ്യേണ്ട, ഇത്ര സമയം എടുക്കും, ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം വൺ തിങ് ദാറ്റ് ഐ ഒബ്സർവ് വാസ് ദാറ്റ് ഹി വാസ് കോൺസ്റ്റന്റ്ലി സപ്പോർട്ടിങ് യു. എവിടെ വേണേലും കൊണ്ടുവന്നു, ടെസ്റ്റ് എവിടെ വേണം അവിടെ കൊണ്ടുവന്നു, ഇന്റർവ്യൂവിന് കൊണ്ടുവന്നു, എപ്പോഴും കൂടെ വരും. ആ ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ട് ഉണ്ടല്ലേ. പേരൻസിന്റെ റോള് ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? യെസ്, ലൈക്ക് ഫ്രം ദി ബിഗിനിങ്. ഇപ്പം ഞാൻ 10th പഠിക്കുമ്പോഴേ സിവിൽ സർവീസിന്റെ ഇപ്പോൾ വാപ്പ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുമല്ലോ സിവിൽ സർവീസ് ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടി ഓറിയന്റേഷൻ. അപ്പോൾ വാപ്പയാണ് ഇത് പറയുന്നത്, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്നിട്ട് പത്രത്തിൽ നിന്ന് എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തരുമായിരുന്നു സിവിൽ സർവൻസ് ചെയ്ത നല്ല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇറ്റ് വാസ് ലൈക്ക് ബിഗ് ഇൻസ്പിറേഷൻ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന സ്വപ്നം എൻ്റെ വാപ്പയും ഉമ്മയും അതങ്ങ് ഏറ്റെടുത്തു. ലൈക്ക് പിന്നെ എനിക്ക് ഡൗട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ദേ വർ ഓൾവേസ് ദെയർ. എന്നിട്ട് ഇപ്പം 10th കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അക്കാഡമിയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മർ ക്യാമ്പ് അവിടെ കൊണ്ടുപോകുന്നതായാലും എവിടെ കൊണ്ടുപോയാലും ടെസ്റ്റിന് കൊണ്ടുപോയി അവിടെ കാത്തിരുന്ന സാർ പറഞ്ഞ കണക്ക് എല്ലായിടത്തും ഈവൻ ഇപ്പൊ ഇന്റർവ്യൂവിന് പോയപ്പോഴും പ്രിലിംസ് റിയൽ പ്രിലിംസ് പാപ്പനംകോട് കോളേജിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പോളിടെക്നിക്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞിങ്ങനെ പുറത്ത് വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വാപ്പ അമ്മ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ. സോ എനിക്ക് കുറച്ച് പേടിയാണ്, ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും വെയിറ്റ് ചെയ്യുന്നു ചൂടത്തൊക്കെ നിന്നിട്ട്. സോ വിൽ ഐ ബി ഏബിൾ ടു ഗിവ് ബാക്ക്? ആ ഒരു ഡൗട്ടും ഉണ്ടാവും. മെയിൻസ് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിൽ ലൈക്ക് അവർ രണ്ടുപേരും കാത്തു നിൽക്കുമായിരുന്നു. സെയിം തിങ് വിത്ത് ഇന്റർവ്യൂ. ഞാൻ ഇങ്ങനെ UPSC ഭവന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ ചൂടത്ത് വാപ്പായമ്മ ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുന്ന ആ ഒരു, അപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ലൈക്ക് ത്രൂ ഔട്ട് ദിസ് ജേർണി I could make it, and when the result came, gratitude to parents. I think നമുക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുട്ടികൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവരുടെ നെക്സ്റ്റ് ആ ഒരു ആസ്പിറേഷൻസിലേക്ക് പേരൻസ് ഒന്ന് കുറച്ച് നേരം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെനി പീപ്പിൾ കുഡ് ഡു വണ്ടർ, റൈറ്റ്? Yes, sir, yes. ഞാൻ ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് അല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ചെറുപ്പം തൊട്ടേ സിവിൽ സർവീസ് ആഗ്രഹമുള്ള ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. പക്ഷെ പലർക്കും പറ്റുന്നത് എന്താണെന്നറിയോ, എവിടെയെങ്കിലും വെച്ചിട്ട് ഈ തീ ഇങ്ങനെ അണഞ്ഞു പോകും. അതായത് ഒരു സ്പിരിറ്റാണ് സമ്മതിക്കുന്നു, ഒരു തീയാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷെ തീ അണഞ്ഞു പോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ കസ്തൂരി ആ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ തൊട്ട് ഒരു കളക്ടർ എന്ന ആ ഒരു പോയിന്റ് മുതൽ ഡിഗ്രി കഴിഞ്ഞ് സർവീസ് കിട്ടുന്നവരെ ആ ഒരു സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു കൺസിസ്റ്റന്റ്ലി ആ സ്പിരിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ഇത് വേണമെന്നുള്ളൊരു ആഗ്രഹം. ഇത് വേണം കാരണം വേറൊരു ഓപ്ഷൻ വാസ് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെക്കാം. വേണമെങ്കിൽ ഒരു MA ചെയ്യാം, ഒരു BEd ചെയ്യാം, അപ്പോൾ ഒരു പ്രൊഫഷണൽ സംതിങ് ആയി എന്നിട്ട് വരാം. പക്ഷെ സ്റ്റിൽ ദി അൾട്ടിമേറ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ഓൾവേസ് വിൽ ബി ദിസ്. സോ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരായിരുന്നു. ആൻഡ് ഇറ്റ് കെപ്റ്റ് ഓൺ ഗോയിങ്. ഇപ്പം നമ്മൾ വായിക്കുമ്പോഴായാലും റീഡിങ്, ഈവൻ വിത്ത് ലിറ്ററേച്ചർ. പിന്നെ നമ്മുടെ കോളേജിൽ അലക്സാണ്ടർ ജേക്കബ് സാർ അവിടുത്തെ അലുമിനി ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് സാറിൻ്റെ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. സാർ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും മെഴുകുതിരി തന്നു. എന്നിട്ട് എല്ലാം ലൈറ്റ് ചെയ്തു. ആൻഡ് സർ വാസ് സേയിങ് ലൈക്ക് ദിസ് ലൈറ്റ് which will spread among the audience, like that you need to be a candle yourself who can spread light, and civil service is going to be an opportunity like that. ആൻഡ് സാർ പറഞ്ഞു ഇവാനിയസിലെ ലൈബ്രറിയാണ് സാറിനെ ഒരു IPS ഓഫീസർ ആക്കിയത്. അപ്പം അതൊക്കെ കേട്ടു. ആ കോളേജ് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെന്നു. അവിടുത്തെ ജയകുമാർ സാറൊക്കെ അവിടുത്തെ അലുമിനിയാണ്. അപ്പോൾ that also was a so you was continuously seeing inspirations in yes, things around ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ത്രൂ ഔട്ട് ദി പീരിയഡ്. ഈ പ്രിപ്പറേഷൻ ജേർണിയില് പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാവരും നല്ലതാണ്. പക്ഷെ ഒരു കുറച്ച് സ്ട്രെസ്സും മെന്റൽ പെയിൻ അങ്ങനെയല്ല, ഇതൊരു പ്രിപ്പറേഷൻ ജേർണിയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു ഡൗട്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ. അപ്പം ആ ഒരു മെന്റൽ സ്ട്രെസ്സിന് എങ്ങനെ ഓവർകം ചെയ്തായിരുന്നു? അതങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഫ് കോഴ്സ് സർ. എന്നും ലൈക്ക് എവറി ഡേ ഐ ഹാഡ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വെദർ ഇത് ശരിയാവോ, ജയിക്കോ ഇല്ലേ, ഇതില്ലെങ്കിൽ വാട്ട് എൽസ് ആം ഐ ഗോയിങ് ടു ഡു.
എൻ്റെ ഫ്രണ്ട്സൊക്കെ 2 ഇയേഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു PG ഉണ്ട്. ഞാൻ 2 ഇയേഴ്സ് കോച്ചിങ് എടുത്തു, ഇതിന് പഠിച്ചു. കയ്യിലെന്താ ഉള്ളെ? There's actually nothing. So ആ ഒരു ഫിയർ വാസ് ഓൾവേസ് there and there were even times where I decided വേണ്ട ഇപ്രാവശ്യം പ്രിലിംസ് എഴുതണ്ട. കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് ചിലപ്പോൾ എഴുതാം. സോ ഞാൻ ഇടയ്ക്ക് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എണീറ്റ് ബെഡിലിരുന്ന് കരയാണ്. And seeing this roommate Krishna, she woke up, she sat up with me. Throughout that night, നമ്മൾ രണ്ടുപേരും ഉറങ്ങിയില്ല. We were trying to talk with each other, address our problems. So I think a good friendly like support. And sometimes preparation നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നു എന്നൊരു ഫീലിംഗ് വാസ് അനദർ തിങ്. മിക്കവാറും ഓൺലൈൻ ക്ലാസ് വീട്ടിലായിരിക്കും, അപ്പായും അമ്മയും ജോലിക്ക്, അനിയൻ കോളേജിൽ, ഞാൻ മാത്രം. ഇറ്റ് വാസ് എ ബർത്ത്ഡേ മുമ്പ്. ബർത്ത്ഡേക്ക് എണീച്ചിട്ട് ആരും വിഷ് പോലും ചെയ്തില്ല. കോളേജ് കഴിഞ്ഞ് എല്ലാവരും മറന്നോ. എന്നിട്ട് അന്ന് ഞാൻ കോളേജ് ഫ്രണ്ട്, അവൾ ഇങ്ങോട്ട് വിളിച്ച്, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഐശ്വര്യ എനിക്ക് ആരും ഇല്ലടി, ഞാൻ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. സോ ദർ ഹാവ് ബീൻ ഡേയ്സ് വെയർ പീപ്പിൾ They were ലൈക്ക് very low. ഐശ്വര്യ, അമൃത, കൃഷ്ണ, അപ്പം അവർക്ക് കൂടെ ഉണ്ടായിരുന്നോണ്ട് you could easily move on. So like every aspirant goes through this process, yes അല്ലേ? sir, yes, ഒരു it's ലോ ഹൈ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ തന്നെയും ആ ലോയിൽ നിന്നും ഓവർകം ചെയ്തെടുക്കണം. അതെ സർ. ഇങ്ങനെ ക്ലോസ് പീപ്പിൾ, ഐ തിങ്ക് വി നീഡ് ടു കീപ് ദം ഓൾവേസ് ടുഗദർ. Keep them- They'll form this kind of a safety wall around you. പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും ഹൈ തന്ന മൊമെന്റ് എന്തായിരിക്കും? ഒരു ഭയങ്കര എന്നെ കൊണ്ട് ഇത് പറ്റും, ഐ വിൽ ഡു ദിസ്. വൺസ് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്, ഏതൊരു പോയിന്റിലായിരുന്നു? മാർക്ക് കണ്ടിട്ടോ, അങ്ങനെ എപ്പോഴും ടെസ്റ്റിന്റെ മാർക്ക്, അങ്ങനെ എന്തായിരുന്നു? ആൻസേഴ്സ് ഒക്കെ എഴുതി മെന്റേഴ്സിന് കാണിക്കുമ്പോൾ they used to tell, കൊള്ളാം. പ്രിലിംസ് എങ്ങനെയെങ്കിലും കയറിയാൽ മതി, വി ആർ ഷുവർ യു വിൽ മേക്ക് മെയിൻസ് ബിക്കോസ് ആൻസേഴ്സ് ആർ റിയലി ഗുഡ്. അപ്പം ദാറ്റ് വാസ് ലൈക്ക് ബിഗ് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പം ഇതുവരെയുള്ള ജേർണി കണ്ടു, ഇനി അങ്ങോട്ട് ഒരു സിവിൽ സർവന്റ് ആവുകയാണ് അല്ലേ? അപ്പം എങ്ങനെയുള്ളൊരു സിവിൽ സർവന്റ് ആവാൻ ആഗ്രഹിക്കുന്നു? സിവിൽ സർവന്റ് എസ്പെഷ്യലി ലൈക്ക് നമുക്കറിയാവുന്ന പോലെ ലിസ്റ്റിൽ there are only about 30% women who make it to the list. So a civil servant who is kind of pro women, ആ ഒരു വിമനിൽ ഉണ്ടാവുന്ന പവർ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആവാനാണ് ഞാൻ ഈ സർവീസിലൂടെ. And when we try to empower a woman, we are empowering sir. the family and the entire Yes. region, right? അപ്പം more and more women should actually come into to the the civil service. Yes, and through this maybe I can inspire a lot of young girls to adopt this as a profession, to dream about it. Our courage to dream, I think that is what our girls need. And actually, more and more girls, youngsters should come to this, and more parents should be ready to Encourage, support yes. this. Okay, everyone may not be having very supportive parents, പക്ഷെ നമ്മുടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് Discourage ചെയ്യാതിരുന്നാലും ചെയ്യാതിരുന്നാലും മതി. What happens, the girl might have big dream, but maybe the relatives, parents, നാട്ടുകാരായാലും they might try to put it down. പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും just don't try to crush it. എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു പ്രായത്തിൽ സിവിൽ സർവീസിലേക്ക് ആഗ്രഹം തോന്നുന്നു. ആ ആഗ്രഹങ്ങളെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന ഇൻസ്പിറേഷൻസ് സ്വയം ഫാദർ വഴിയുമൊക്കെ കണ്ടിന്യൂസ്ലി ഇൻസ്പയർഡ് ആകുന്നു. കോളേജിൽ വരുന്നു, ഇൻസ്പിറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു, പ്രിലിംസ് എഴുതുന്നു, മെയിൻസ് എഴുതുന്നു. ഉണ്ടാകുന്ന ഹൈസും ലോസും ഒക്കെ മാനേജ് ചെയ്ത് ഈ ഒരു പീരീഡ് വരെ എത്തി. അപ്പം ഇതുപോലെ ഒത്തിരി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ്, ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? കസ്തൂരിക്ക് പറയാനുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ കസ്തൂരി എന്താണ് അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ്? ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുമെന്ന്. കിട്ടിയതിന് ബിക്കോസ് ഐ വാസ് ടേക്കിംഗ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഫോർ 2024 പ്രിലിംസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഇഫ് നോട്ട് ദിസ് ടൈം നെക്സ്റ്റ് ടൈം. ബട്ട് ഐ തിങ്ക് വൺ തിങ് ഇസ് നമ്മൾ ഇടുന്ന ഓണസ്റ്റ് എഫേർട്ടിൽ വിശ്വസിക്കുക. നമ്മളോട് ഒരു കള്ളം കാണിച്ചിട്ടില്ലെങ്കിൽ വി ക്യാൻ ബി ഷുവർ അതിന് ഉറപ്പായിട്ടും റിവാർഡ് ഉണ്ടാവും. നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ആർക്കും അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനും കഴിയില്ല. സോ what you have earned will always be there with you. And secondly is you are more important. Everything is just only a part of life. Exam ആയാലും ഇനി ജീവിതത്തിൽ വരുന്ന എന്തായാലും it's all adding on to the life that you're going to live. I think എനിക്ക് തോന്നുന്നു you are part of the student group that that has been part of the Republic Day parade for the PM ന് Yes, മീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണുന്നത് വളരെ ഹൈലി എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ് ആണ്. അതിൻ്റെ ഔട്ട്കംസ് പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സിവിൽസിൽ പ്രിപ്പറേഷനിൽ നല്ല രീതിയിൽ വരുന്നിട്ടുണ്ട്. യു ഹാവ് ബീൻ എ കണ്ടിന്യൂസ് ഇൻസ്പിറേഷൻസ് ഫോർ മെനി പീപ്പിൾ.
And I think once you get into service also, you will continue being inspiration for many more. താങ്ക് യു. And as you believe, ആ ഒരു വുമണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പവർ ഗ്യാപ്പ്, അത് താങ്കളെ പോലുള്ള സ്ട്രോങ് ലീഡേഴ്സ് വരുമ്പോഴത്തേക്കും അഡ്രസ് ആവുമെന്ന് ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നു. താങ്ക് യു സർ. അതിലൊരു ചെറിയ പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര കൃതജ്ഞതയോടുകൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. Come and join iLearn IAS and feel the difference.